ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ മോൺസ്റ്റർ അതാണെങ്കിൽ മാസ്റ്റർ റോഷിക്ക് നേരെ മുൻപിലേക്ക് കടന്നു വരികയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ മാസ്റ്റർ റോഷിയെ വെല്ലുവിളിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന 2 ഡ്രാഗൺ ബോൾ അത് കയ്യിലെടുത്ത് വീണ്ടും അത് വിഴുങ്ങുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അവനാണെങ്കിൽ മാസ്റ്ററിനെ വലിയൊരു പവർ ഉപയോഗിച്ച് ദൂരത്ത് കാണുന്ന പാറയിലേക്ക് ആഞ്ഞടിപ്പിക്കും. മാസ്റ്റർ ആണെങ്കിൽ ടെററായിട്ട് എഴുന്നേറ്റ് നിൽക്കും. അത് കണ്ട് വീണ്ടും അടുത്ത പാറയിലേക്ക് മാസ്റ്ററിനെ തൂക്കി എറിയുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ അതിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ആ മോൺസ്റ്ററിനോട് പറയും, നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. എൻ്റെ മാസ്റ്റർ നിന്നെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ജാറിൽ അടച്ചതാണ്. അത് കേട്ട് മോൺസ്റ്റർ ആണെങ്കിൽ ഷോക്കാവും. ആ മോൺസ്റ്റർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് മാസ്റ്റർ ആണെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ജാറ് അതവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അവനെ സീൽ ചെയ്യാനായിട്ട് ഇപ്പൊ പവർ റിലീസ് ചെയ്യുകയാണ്. മാസ്റ്റർ ആളുടെ ഫുൾ എഫേർട്ട് കൊടുത്ത് ആളുടെ ജീവൻ തന്നെ കൊടുത്ത് ആ പവർ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ മുഴുവനായിട്ടും ഇപ്പോൾ ഒരു പുകയെ മാറി ആ ജാറിലേക്ക് കയറുന്ന അതേ നിമിഷം ജാർ അങ്ങനെ തെറിച്ചു പോവാണ്. മാസ്റ്റർ ആണെങ്കിൽ ആളുടെ ജീവൻ കൊടുത്തിട്ട് പോലും അതിന് സീൽ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. മുഴുവൻ ഡിസ്ട്രോയ് ആയി മാസ്റ്റർ താഴേക്ക് വീഴും. ഇവിടെ മോൺസ്റ്ററിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ബാറ്റ്സ്മാനും കുഞ്ഞിപ്പയ്യനും ആണെങ്കിൽ അത് കണ്ട് ഷോക്ക് ആവുകയാണ്. എല്ലാം തകർന്ന് മാസ്റ്റർ ഇപ്പോൾ താഴേക്ക് വീഴും. ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ മാസ്റ്റർ കുഴിച്ചിട്ട് 5 ഡ്രാഗൺ ബോളും മുകളിലേക്ക് എടുക്കുകയാണ്. സ്വപ്നത്തിലേക്ക് എത്താൻ പോവാണ്. എൻ്റെ ഡ്രീം അത് ഞാൻ സാക്ഷാത്കരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് സമൻ ചെയ്ത് താഴേക്ക് കൊണ്ടുവരികയാണ്. ഡ്രാഗൺ അവിടേക്ക് വരേണ്ട താമസം എല്ലാവരും അതിനെ കണ്ട് ഷോക്കാവും. ആ ഒരു പ്രദേശം മുഴുവനായിട്ട് അങ്ങനെ ഇരുളുകയാണ്. അങ്ങനെ ഈ സീൻ കട്ട് ചെയ്ത് കാമ ഹൗസ് കാണിക്കും. ബുൽമയാണെങ്കിൽ ഇപ്പോഴും മാസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മാസ്റ്ററുമായിട്ടുള്ള കണക്ടിവിറ്റി അത് ഓക്കെ ആവില്ല. പോയും പന്നിക്കുട്ടനും റാബിറ്റും ലോഞ്ചും എല്ലാവരും പുറത്തേക്ക് നോക്കും. മേഘങ്ങളെല്ലാം ഇരുണ്ടുകൂടി ഇപ്പോൾ അവിടെ മുഴുവൻ ഡാർക്കായിട്ടിരിക്കുകയാണ്. ബുൽമയാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ പറയും, ഈ ഡ്രാഗൺ ബോളും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ മാസ്റ്റർ റോഷി, അതല്ല എങ്കിൽ ആ മോൺസ്റ്റർ. ഇവരിൽ ആരോ ഒരാൾ ആ ഡ്രാഗനെ സമൻ ചെയ്ത് കഴിഞ്ഞു. ഇത് ഇവിടെയാണെങ്കിൽ ആ മോൺസ്റ്റർ അതാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അതിന്റെ ആഗ്രഹം അത് പറയാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ മാർഷൽ ആർട്സ് മാൻ അവനാണെങ്കിൽ അവന്റെ ഇന്നർ മൈൻഡ് ഉപയോഗിച്ച് ഇപ്പൊ കുഞ്ഞിപ്പയ്യനുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കുഞ്ഞിപ്പയ്യനോട് പറയും, ഈ സമയത്ത് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. എത്രയും വേഗം നീ ആ ഡ്രാഗനോട് നിന്റെ വിഷു പറയണം. ആ മോൺസ്റ്റർ അതിന്റെ വിഷു പറയുന്നതിന് മുൻപ് മോൺസ്റ്ററിനെ ഇനി ഒരിക്കലും തിരികെ ഇവിടെ വരാത്ത വിധത്തിൽ ഇവിടെ നിന്ന് നീ പറഞ്ഞയക്കണം. ആ വിഷ് നീ ആ ഒരു ഡ്രാഗനോട് ചോദിക്കണം. അത് കേട്ട കുഞ്ഞിപ്പയ്യനും ഇപ്പൊ ഓക്കെ പറയുകയാണ്. ആ ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ അവന്റെ വിഷ് എന്താണെന്ന് ചോദിക്കും. അവനാണെങ്കിൽ അവന്റെ വിഷു പറയാൻ തയ്യാറാവുന്നതിന് മുൻപ് തന്നെ ഇപ്പോ ആ ഒരു കുഞ്ഞിപ്പയ്യൻ അവൻ ചാടി വന്ന് ആ മോൺസ്റ്റർ വാഷ് ഔട്ട് ആവാനായിട്ട് പറയാനായി തുടങ്ങും. അത് കാണേണ്ട താമസം ആ മോൺസ്റ്റർ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ കുഞ്ഞിപ്പയ്യനെ അടിച്ച് തെറിപ്പിക്കും. ആ ഒരു അടിയിൽ അവൻ പൂർണ്ണമായിട്ടും തകരും. ബാറ്റ്സ്മാൻ ആണെങ്കിൽ അവന്റെ പേര് വിളിച്ച് ഉച്ചത്തിൽ നിലവിളിച്ച് കരയും. മോൺസ്റ്റർ ആണെങ്കിൽ അവന്റെ ആഗ്രഹം പറയാണ്, എനിക്ക് വീണ്ടും എന്റെ പഴയ ശക്തി അത് തിരികെ കിട്ടണം. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനായി മാറണം. എനിക്ക് എൻ്റെ യങ് ഏജിലേക്ക് തിരികെ പോകണമെന്ന് പറയും. അടുത്ത നിമിഷം ആ ഡ്രാഗൺ ആണെങ്കിൽ ആ പവർ ഇപ്പോൾ അവന് കൊടുക്കുകയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ അവൻ്റെ യങ് ഏജിലേക്ക് പോകും. പഴയ ആരോഗ്യവും പവറും ഒക്കെ തിരികെ കിട്ടിയ മോൺസ്റ്റർ അതാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പവർ ഉപയോഗിച്ച് ആ ഡ്രാഗണെ തന്നെ തകർക്കുകയാണ്. അതിൻ്റെ കൈ അങ്ങനെ തകർന്ന് അവൻ്റെ മുൻപിൽ വീഴും. ഡ്രാഗൺ ബോൾസ് എല്ലാം തന്നെ വെറും കല്ലുകളായി അവൻ്റെ മുൻപിൽ അങ്ങനെ വീണ് കിടക്കുകയാണ്. മോൺസ്റ്ററിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇനി എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഡ്രാഗനെ സമൻ ചെയ്യാനോ ഈ ലോകത്ത് നിന്ന് എന്നെ പറഞ്ഞയക്കാനോ ആർക്കും പറ്റില്ല. വില്ലത്തി പെണ്ണും ഡോഗും അവർ രണ്ടുപേരും ഇപ്പോൾ ആ ബീസ്റ്റിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. അവരുടെ പ്ലാൻ പോലെ എല്ലാം നടന്നു. ഇനി ഈ ഒരു മോൺസ്റ്റർ അവൻ തീർച്ചയായിട്ടും അങ്ങേ സഹായിക്കും ഈ ലോകത്തെ ടേക്ക് ഓവർ ചെയ്യാൻ. അത് കേട്ട് ആ ബീസ്റ്റ് ആണെങ്കിൽ ഒരു സെക്കൻഡ് അവൻ ഈ ലോകത്തെ തന്നെ ടേക്ക് ഓവർ ചെയ്യുന്നത് ആലോചിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ കോരിത്തരിച്ച് നിൽക്കും. മോൺസ്റ്ററിനാണെങ്കിൽ ഇപ്പൊ ഇൻവെൻസിബിൾ ഫീലൊക്കെ കിട്ടി അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ഉണ്ടപ്പനും ഗോക്കുവും രണ്ടുപേരും ഒരുപാട് നേരമായിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യാണ്. ഇവിടെ ഗോക്കുവിനാണെങ്കിൽ മനസ്സിലാവും ആരോ ആ ഡ്രാഗനെ സമൻ ചെയ്തു എന്ന്. ആയിരിക്കും അത് ചെയ്തെന്നറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ ഒത്തിരി നേരം മുൻപോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടപ്പനാണെങ്കിൽ ആ വലിയൊരു ഗോപുരം കാണുകയാണ്. ഓ നോ, ഞാനത് കണ്ടു. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കാമ ഹൗസ് കാണിക്കും. ബുൽമയാണെങ്കിൽ ആ സീൻ കണ്ട് ഷോക്കാവും. കാരണം ഇപ്പോൾ ഒരൊറ്റ ഡ്രാഗൺ ബോൾ പോലും അവിടെ കാണാനില്ല. ആണെങ്കിൽ ഒരു കാര്യം എല്ലാവരോടുമായിട്ട് തീർത്ത് പറയും, മാസ്റ്റർ അല്ല ആ ഒരു ഡ്രാഗനെ സമൻ ചെയ്തത്. ആയിരുന്നുവെങ്കിൽ ഇതിനോടകം മൊട്ടപ്പൻ അവൻ തിരികെ വന്നേനെ. അതല്ല എങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇവിടെ സംഭവിച്ചേനെ. ഇപ്പൊ ആ ഡ്രാഗൺ ബോൾസും കാണാനില്ല. എന്തോ ഒന്ന് ബാഡായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് കേട്ട് ഹാൻസം മാൻ ആണെങ്കിൽ ഒൽമയോട് ലാസ്റ്റ് ആയിട്ട് അവരുണ്ടായിരുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ എത്രയും വേഗം അവിടേക്ക് പോയി കാര്യങ്ങൾ തിരക്കാം. അതിനവള് പറയും, അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ നീ അവിടേക്ക് പോകുന്നത് വലിയ അപകടം തന്നെയാണ്. തൽക്കാലം നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അതിനുശേഷം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഗോക്കുവും ഉണ്ടപ്പനും അവരാണെങ്കിൽ ഒരുപാട് സമയമായി ട്രാവൽ ചെയ്തുകൊണ്ടേ
ഇരിക്കുന്നു. ഇതുവരെ ആ ഒരു വലിയ പിരമിഡിന്റെ അടുത്തെത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഗോക്കു പറയും, അവിടെ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. ഒരു ജയന്റ് മാനാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള മാർഷൽ ആർട്സ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തന്നത്. ആ പിരമിഡിന്റെ മുകളിലുള്ള പൂച്ച അവൻ എനിക്ക് കൂടുതൽ സ്ട്രെങ്ത്തും ആത്മവിശ്വാസവും തന്നു. വലിയൊരു മോൺസ്റ്റർ തോൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വീണ്ടും അവരുടെ അടുത്തേക്ക് പോയി പവർ റീഗെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ എന്നെ കൊണ്ടത് പറ്റൂ. ഉണ്ടപ്പനാണെങ്കിൽ വയറിന് കൈ കൊടുക്കും. ഇതൊക്കെ റീഗെയിൻ ചെയ്താലും കുഴപ്പമില്ല, എനിക്കിപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അവിടെ എത്തി എനിക്ക് വയറ് നിറയെ കഴിക്കാൻ എന്തെങ്കിലും തരണം. അതിന് ഗോക്കു ആണെങ്കിൽ അവൻ ഉറപ്പ് കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ മോൺസ്റ്ററിനെ കാണിക്കും. ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ഇപ്പോൾ ബീസ്റ്റിനോട് പറയും, ഇവിടെയുള്ള ഏറ്റവും വലിയ മാൻഷനിലേക്ക് എനിക്ക് പോകണം. ഇനി ഈ ലോകം ഭരിക്കാൻ പോകുന്നത് അത് ഞാനാണ്. ബീസ്റ്റ് പിലാഫ് ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. കാരണം ഈ ലോകത്തെ ഭരിക്കാൻ ആഗ്രഹിച്ചത് അത് അവനാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ അവനെ ടെററായിട്ട് നോക്കും. അത് കണ്ട് പേടിച്ച് അവൻ ഓക്കെ പറയാണ്. കട്ട് ചെയ്ത ആ ഒരു ഗ്രാമത്തിൽ തന്നെ ഏറ്റവും വലിയ മാൻഷൻ കാണിക്കും. അവിടുത്തെ റൂളർ ആണെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ബാക്ക് ടു നോർമലായി ഇപ്പോൾ മാസ്റ്ററിൻ്റെ അടുത്തേക്കും അതുപോലെ തന്നെ കുഞ്ഞിപ്പയ്യൻ്റെ അടുത്തേക്കും വരികയാണ്. അവർ രണ്ടുപേരും മരിച്ചിരിക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ ആ ഒരു വിഷമം സഹിക്കാൻ പറ്റില്ല. അവനാണെങ്കിൽ വമ്പൻ ഉച്ചത്തിൽ നിലവിളിച്ച്, എന്നെ കൊണ്ട് ഒരിക്കലും ഇതിന് അവനോട് ക്ഷമിക്കാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും ആ മോൺസ്റ്ററിനെ ഞാൻ ഇല്ലാതാക്കും. എനിക്ക് അവൻ്റെ അത്രയും പവറില്ല എന്ന് എനിക്കറിയാം. കാരണം അവൻ ആ ഡ്രാഗണെ പോലും തകർത്തവനാണ്. സോ എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ ഞാൻ അവനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഓടി വന്ന് ഒരു വലിയ പാറയിൽ ആഞ്ഞെട്ടിക്കുകയാണ്. അത് തകർന്ന് തരിപ്പണാവും. അപ്പോഴായിരിക്കും അതിന്റെ തൊട്ടടുത്തായിട്ട് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്ത ആ ജാറ് അവന്റെ ശ്രദ്ധയിൽപ്പെടുക. അവനാണെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. അതിനുശേഷം മാസ്റ്റർ റോഷി ചെയ്ത ആ ഒരു ടെക്നിക്ക് അത് ആലോചിക്കുകയാണ്. ആ ഒരു ജാറ് കണ്ട് ഒരു മോൺസ്റ്റർ ഭയന്നതും ആ മോൺസ്റ്ററിനെ മുഴുവനായിട്ട് സമൻ ചെയ്ത് ആ ജാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവൻ്റെ കൈകളിലേക്ക് നോക്കും. മാസ്റ്റർ ഉപയോഗിച്ച ആ ഒരു വിദ്യ അതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയോ? കട്ട് ചെയ്ത ഇവിടെ ആ മോൺസ്റ്റർ അവനാണെങ്കിൽ ബീസ്റ്റിനോടും ടീമിനോടും എത്രയും വേഗം തന്നെ ആ ക്യാസ്റ്റിൽ എത്തിക്കാനായിട്ട് പറയും. അതിനവർ പറയും, നമ്മളിനി അധികം വൈകാതെ തന്നെ ആ ക്യാസ്റ്റിലേക്ക് എത്തും. അതിനു മുൻപായിട്ട് നമുക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഡീല് അത് നിങ്ങൾ ഇപ്പോഴെങ്കിലും പറയണം. ഈ ലോകത്തിന്റെ ഏത് ഭാഗമാണ് ഞാൻ ഏറ്റെടുക്കേണ്ടത്? ഇതാണ് ഞാൻ റൂളറായിട്ട് ജീവിക്കേണ്ടത്. അതിനാ മോൺസ്റ്റർ ചിരിക്കും. നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാൻ പോവാണ്. നിങ്ങളെ 3 പേരെയും ഞാൻ താഴേക്കിട്ട് കൊല്ലാൻ പോവാണ്. അത് കേട്ട് അവർ ഞെട്ടും. ലവ് ബീസ്റ്റ് ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് അവനോട് പറയും, നിന്നെ ഞാനാണ് കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി ഓപ്പൺ ചെയ്ത് വിട്ടത്. അതിനുശേഷം ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള സീക്രട്ടും സഹായങ്ങളും നൽകി നിന്നെ ഇവിടെ വരെ എത്തിച്ചത് ഞാനാണ്. ഒരു കാരണവശാലും നീ അത് മറന്ന് പ്രവർത്തിക്കാനായിട്ട് പാടില്ല. അതിനാ മോൺസ്റ്റർ ആണെങ്കിൽ ടെററായിട്ട് പറയും, നിങ്ങൾ 3 പേരും എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വെറും പപ്പടുകൾ മാത്രമായിരുന്നു. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് നിങ്ങൾ എന്നെ കഴിഞ്ഞും വലിയ കള്ളന്മാരാണെന്ന്. സോ ഇതിവിടെ എൻഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അവരെ 3 പേരെയും ഇപ്പൊ മുകളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം മോൺസ്റ്റർ ആണെങ്കിൽ ആളുടെ പവർ ഉപയോഗിച്ച് അവരെ 3 പേരെയും ഊതി താഴേക്ക് തെറിപ്പിക്കും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ഉണ്ടപ്പനും അവർ 2 പേരും ഒരുപാട് ട്രാവൽ ചെയ്ത് ഇപ്പൊ ആ ഗോപുരത്തിന്റെ തൊട്ടടുത്തെത്തി. ആ കാർ വന്ന് ലാൻഡ് ചെയ്യേണ്ട താമസം കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഭയന്ന് കോടാലി എടുത്ത് പതിയെ മുൻപോട്ടേക്ക് വരും. ഗോകുവിനെ കാണേണ്ട താമസം അവൾ ഹാപ്പിയായി ഓടി വന്ന് ഗോകുവെ ഹഗ് ചെയ്യും. അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് അവളുടെ പപ്പയെ വിളിക്കും. ആ ജയന്റ് മാനും ഗോകുവിന്റെ അടുത്തേക്ക് വന്ന് അവനോട് സംസാരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ പിലാഫ് ബീസ്റ്റിനെയും എത്തിപ്പെണ്ണിനെയും ഡോഗിനെയും കാണിക്കുകയാണ്. അവർക്കാണെങ്കിൽ ജീവൻ നഷ്ടമായിട്ടില്ല. അവര് താഴെ വീണ വീഴ്ചയിൽ ഒരുപാട് പരുക്കുകളൊക്കെ പറ്റി അങ്ങനെ വീണ് കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ മേ വിത്ത് മല്ലു എപ്പിസോഡ്.